ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ 2023 10th ലെവൽ മെയിൻസിലെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണേ. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ 4 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിരുന്നു. 2023 മൊത്തം 8 എക്സാമാണ് മെയിൻസിൽ നടന്നത്, LD ലെവലിൻ്റെ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ഓപ്പൺ ദ വിൻഡോ. എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസിന് നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3 ആണ് വരുന്നത്. ഇമ്പറേറ്റീവ് സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3 ഫോമിലാണ് വരുന്നത്. അപ്പോൾ ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ്, ലെറ്റ് വെച്ചിട്ടുള്ള ഒറ്റ ആൻസറേ ഉള്ളൂ. അങ്ങനെ തന്നെ നമുക്ക് ലെറ്റ് ദ വിൻഡോ ബി ഓപ്പൺഡ് എന്ന് എഴുതാൻ സാധിക്കും. ഇമ്പറേറ്റീവ് സെൻറ്റൻസിന് നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3 എന്ന ഫോമിലാണ് ആൻസർ വരേണ്ടത്. അപ്പോൾ ലെറ്റ് ദ വിൻഡോ ബി ഓപ്പൺഡ്. നെക്സ്റ്റ് വൺ, എവരി വൺ ഈസ് എക്സൈറ്റഡ്. ക്വസ്റ്റ്യൻ ടാഗ് ഏതാണ്? എവരി വൺ ഈസ് എക്സൈറ്റഡ്. എവരി വൺ വരുമ്പോൾ ദേ വരും. ദേയുടെ കൂടെ ആറേ വരത്തുള്ളൂ. തന്നിരിക്കുന്നതിനകത്ത് നോട്ടില്ല, അതുകൊണ്ട് ആർ ഇൻ ദേ. ഓപ്ഷൻ സി. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ. ഏതാണ്? ആൻ LD ക്ലർക്ക് ഉണ്ട്, AMLA ഉണ്ട്, A അംബർല ഉണ്ട്, ആൻ യു ഉണ്ട്. എങ്ങനെയാണ് വരുന്നത്? കറക്റ്റ് ആൻസർ ആൻ LD ക്ലർക്കാണ്. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നതിന് നമ്മൾ മലയാളത്തിലേക്ക് അങ്ങ് എഴുതി നോക്കുക. അപ്പോൾ ആദ്യം വരുന്ന അക്ഷരം സ്വരാക്ഷരമാണെങ്കിൽ അതിന് മുമ്പിൽ ആനാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ MLA എന്ന് എഴുതുമ്പോഴും MLA അങ്ങനെയല്ലേ? MLA. അപ്പം ആദ്യം വരുന്ന സ്വരാക്ഷരമായതുകൊണ്ട് ഇവിടെ വരേണ്ടത് ആനായിരുന്നു. ഇവിടെ ആൻ അംബർല. AU എന്നാണ് വരേണ്ടത്. E എന്ന് പറഞ്ഞ സൗണ്ട് സൈലൻ്റ് ആണ്, അതുകൊണ്ട് ഇത് തെറ്റാണ്. AU എന്നാണ് വരേണ്ടത്. നെക്സ്റ്റ് വൺ, നോ സൂണർ ഹാഡ് ഹി റിട്ടൺ ഹിസ് ഫസ്റ്റ് നോവൽ ഡാഷ് ഹി സ്റ്റാർട്ടഡ് ദ നെക്സ്റ്റ്. നോ സൂണർ വന്നു കഴിഞ്ഞാൽ എന്താണ് വരേണ്ടത്? നോ സൂണർ വന്നു കഴിഞ്ഞാൽ ഒന്ന് നോക്കാനുള്ള ദാൻ വരണം. നോ സൂണർ വന്നു കഴിഞ്ഞാൽ ദാൻ വരണം. അതായത് നോ സൂണർ ശേഷം വരുന്ന ഓക്സിലറി വെർബ് ഇതും കൂടി ശ്രദ്ധിച്ചു. ചിലപ്പോൾ ഇനി ചോദിക്കുന്നത് ഈ ദാൻ ആയിരിക്കത്തില്ല ചോദിക്കുന്നത്. നോ സൂണർ കഴിഞ്ഞ് പിന്നെ ഡാഷ് ആയിരിക്കും ഇടുന്നത്. ഓക്സിലറി വെർബ് വരുന്നത് ഒന്നെങ്കിൽ ഹാഡ് അല്ലെങ്കിൽ ഡിഡ് ആയിരിക്കും. നോ സൂണർ കഴിഞ്ഞ് വരുന്ന ഓക്സിലറി വെർബ് ഒന്നെങ്കിൽ ഹാഡ് അല്ലെങ്കിൽ ഡിഡ് ആയിരിക്കും. അതും കൂടെ ഓർത്ത് വെച്ചോളൂ. ഇനി ചിലപ്പോൾ നോ സൂണർ ഡാഷ് ഹി റിട്ടൺ ഹിസ് ഫസ്റ്റ് നോവൽ ദാൻ ഹി സ്റ്റാർട്ടഡ് ദ നെക്സ്റ്റ് എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നോ സൂണർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഹാഡ് അല്ലെങ്കിൽ ഡിഡേ വരികയുള്ളൂ. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ദ മാസ്റ്റർ സെഡ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ഇതെങ്ങനെയാണ് വരുന്നത്? റിപ്പോർട്ടഡ് സ്പീച്ചിൽ എഴുതുമ്പോൾ യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലെ ജനറൽ ട്രൂത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ തന്നെ ആയിരിക്കും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യൂണിവേഴ്സൽ ട്രൂത്ത്, ജനറൽ ട്രൂത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ തന്നെ ആയിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏതാ വരുന്നത്? മാസ്റ്റർ സെഡ് ദാറ്റ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ഓപ്ഷൻ ബി ആണ് വരുന്നത്. അതായത് അതുപോലെ തന്നെ എഴുതത്തുള്ളൂ. അതിനിടയ്ക്ക് സെഡ് ദാറ്റ് എന്ന് മാത്രമേ വരികയുള്ളൂ. ദ മിനിസ്റ്റർ കെയിം ഡാഷ് എ ഹെലികോപ്റ്റർ. ഏതാ വരുന്നത്? ഇന്നാണ് വരുന്നത്. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ്. വാട്ട് എ ബ്യൂട്ടിഫുൾ സീനറി. എക്സ്ക്ലമേഷൻ മാർക്ക് ഉള്ളതുകൊണ്ട് വേറൊന്നും നോക്കാനില്ല. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. എക്സ്ക്ലമേഷൻ മാർക്ക് ഉള്ളതുകൊണ്ട് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡർ അങ്ങനെയൊക്കെയുള്ളതാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. നെക്സ്റ്റ് വൺ, ഫർണിച്ചർ ഇൻ ദിസ് റൂം ഡാഷ് ഗുഡ്.
ഏതാ വരുന്നത്? ഫർണിച്ചർ എന്ന് പറയുമ്പോൾ ഈസാണ് വരുന്നത്. ബാഗേജ്, ലഗേജ്, ന്യൂസ്, ഇൻഫർമേഷൻ, ഫർണിച്ചർ, ഫുഡ്, ക്ലോത്തിങ്, സീനറി, ക്രോക്കറി, വാട്ടർ, സ്റ്റേഷനറി, ഇതിനെല്ലാത്തിനും കൂടെ മുമ്പ് എന്താണ് വരുന്നത്? നമ്മൾ സിംഗുലർ വെർബേ യൂസ് ചെയ്യത്തുള്ളൂ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സിംഗുലർ വെർബേ യൂസ് ചെയ്യത്തുള്ളൂ. ബാഗേജ്, ലഗേജ്, ന്യൂസ്, ഇൻഫർമേഷൻ, ഫർണിച്ചർ, ഫുഡ്, ക്ലോത്തിങ്, സീനറി, പോയട്രി, വാട്ടർ, സ്റ്റേഷനറി, എക്വിപ്മെൻറ്റ്, ഫുട്വെയർ, മെഷീനറി, ഇതിൻ്റെയൊക്കെ കൂടെ സിംഗുലർ വെർബ് യൂസ് ചെയ്യത്തുള്ളൂ. ഐ ഡാഷ് ടു പ്ലേ ഫുട്ബോൾ വെൻ ഐ വാസ് ഇൻ UK. ഇപ്പം നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു കാര്യം സൂചിപ്പിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ടു ആണ് യൂസ് ചെയ്യുന്നത്. ഐ യൂസ്ഡ് ടു പ്ലേ ഫുട്ബോൾ വെൻ ഐ വാസ് ഇൻ UK. ഇപ്പം ought to യൂസ് ചെയ്യുന്നത് ഏറ്റവും അനുയോജ്യമായത് എന്നുള്ള അർത്ഥത്തിലാണ് ought to യൂസ് ചെയ്യുന്നത്. നീഡാണെങ്കിൽ ആവശ്യം, കടപ്പാട് എന്നിവയെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് നീഡ് യൂസ് ചെയ്യുന്നത്. അതൊരു നെഗറ്റീവ് സെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഡെയർ ആണെങ്കിൽ ധൈര്യത്തെ സൂചിപ്പിക്കുന്നതാണ് ഡെയർ. ഐ ഡിസ്ലൈക്ക് ഡാഷ് TV. ഡിസ്ലൈക്ക്, ലൈക്ക്, അതിനുശേഷം നമ്മൾ ING ഫോമിലെ വെർബേ എഴുതത്തുള്ളൂ. അപ്പോൾ ഡിസ്ലൈക്ക്, ലൈക്ക്, എൻജോയ്, ഫിനിഷ്ഡ്, ഹെൽപ്പ്, സജസ്റ്റഡ്, ഒബ്ജക്റ്റീവ്, ഇൻസിസ്റ്റ് ഓൺ, ഇതിൻ്റെ എല്ലാത്തിനു ശേഷം നമ്മൾ ING ഫോമായി യൂസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഐ ഡിസ്ലൈക്ക് വാച്ചിങ് TV. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ, 81 അല്ലേ? ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, ഒരു വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് വേർഡ് ഈസ് റോങ്ലി സ്പെൽഡ്? ഏതാണ്? ഹിലാരിയസ്. ഫസ്റ്റ് വൺ ആണ് തെറ്റ്. ഡബിൾ എല്ലാണ് വരേണ്ടത്. ഈച്ച് വൺ ഓഫ് യു ഡാഷ് സ്പെഷ്യൽ. ഈച്ച് വൺ ഓഫിന് ശേഷം ഈസാണ് വരുന്നത്. ഈച്ച് വൺ ഓഫ്, എവരി വൺ ഓഫ്, അതായത് ഓഫിൽ എൻഡ് ചെയ്യുന്ന ഇതിന് ശേഷം നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈച്ച് വൺ ഓഫ്, എയ്തർ ഓഫ്, എവരി വൺ ഓഫ്, നെയ്തർ ഓഫ്, ഗ്രൂപ്പ് ഓഫ്, നോട്ട് വൺ ഓഫ്, വൺ എമംഗ് ദി, വൺ ആൻഡ് ഹാഫ്, ഇതിനെല്ലാത്തിനും ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏതാണ് യൂസ് ചെയ്യേണ്ടത്? സിംഗുലർ വെർബായ ഈസാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ 62ൻ്റെ ആൻസർ ബി. ചൂസ് ദ ബെസ്റ്റ് സ്യൂട്ടബിൾ ഫ്രം ദ ഗിവൺ ഓപ്ഷൻ. എ ഡ്രീമി സ്റ്റേറ്റ്. എ ഡ്രീമി സ്റ്റേറ്റിന് പകരം യൂസ് ചെയ്യുന്നത് എന്താണ്? ഡിലീരിയസ്. എ ഡ്രീമി സ്റ്റേറ്റ്, ഡിലീരിയസ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. എ ഡ്രീമി സ്റ്റേറ്റ്, ഡിലീരിയസ്. വൺ ഹു ഈസ് ടു ആങ്ഷ്യസ് അബൌട്ട് ഹിസ് ഓൺ ഹെൽത്ത് ആണ് വാലിറ്റുഡിനേറിയൻ. വൺ ഹു ഈസ് ഓൾ പവർഫുൾ, ഒംനിപൊട്ടൻറ്റ്. എ പേഴ്സൺ ഹു ഹാസ് എക്സ്റ്റെൻസീവ് നോളജ് ആണെങ്കിൽ എറുഡൈറ്റ്. എ പേഴ്സൺ ഹു ഹാസ് എക്സ്റ്റെൻസീവ് നോളജ് ആണെങ്കിൽ എറുഡൈറ്റ്. എറുഡൈറ്റ്. എ പേഴ്സൺ ഹു ഹാസ് എക്സ്റ്റെൻസീവ് നോളജ് ആണെങ്കിൽ എറുഡൈറ്റ്. വാലിറ്റുഡിനേറിയൻ, ഇതും ചോദിച്ചിട്ടുള്ളതാണ്. വാലിറ്റുഡിനേറിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഹു ഈസ് ടു ആങ്ഷ്യസ് അബൌട്ട് ഹിസ് ഓൺ ഹെൽത്ത് ആണ് വാലിറ്റുഡിനേറിയൻ. ഒംനി പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഹു ഈസ് പ്രസൻറ്റ് എവരിവെയർ. ഒംനി പ്രസൻറ്റ്, വൺ ഹു ഈസ് പ്രസൻറ്റ് എവരിവെയർ, ഒംനി പ്രസൻറ്റ്. വൺ ഹു ഈസ് പ്രസൻറ്റ് എവരിവെയർ, ഒംനി പ്രസൻറ്റ്. എറുഡൈറ്റ് എന്താണ്? എ പേഴ്സൺ ഹു ഹാസ് എക്സ്റ്റെൻസീവ് നോളജ് ആണെങ്കിൽ എറുഡൈറ്റ്. ഇതെല്ലാം ചോദിച്ചിട്ടുള്ളത്, അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ.
അപ്പോൾ എ ഡ്രീമി സ്റ്റേറ്റ് ഡിലീരിയസ്. ഷീ ക്യാൻ ഡാഷ് ഹെർ ഹസ്ബൻഡ് എനി ലോങ്ങർ. അൺസഹിക്കബിൾ ആണെന്ന് പറയുന്നത് പുട്ട് അപ്പ് വിത്ത് ടോളറേറ്റ്. ഷീ കാൻ പുട്ട് അപ്പ് വിത്ത് ഹെർ ഹസ്ബൻഡ് എനി ലോങ്ങർ. പുട്ട് ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിയർ. പുട്ട് ഔട്ട് എക്സ്റ്റിങ്ക്വിഷ്. പുട്ട് അപ്പ് റൈസ്. ഷീ കുഡിൻ ഡാഷ് ടു ദ ന്യൂ സർക്കംസ്റ്റൻസ്. ഷീ കുഡിൻ അഡാപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഷീ കുഡിൻ അഡാപ്റ്റ് ടു ദ ന്യൂ സർക്കംസ്റ്റൻസസ്. അഡപ്റ്റ് എന്ന് പറഞ്ഞാൽ ADEPT. അഡപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽ സ്കിൽഡ്. അഡപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽ സ്കിൽഡ്. അഡോപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദത്തെടുക്കുക എന്നുള്ള അർത്ഥത്തിലായിരുന്നു അഡോപ്റ്റ്. അതെന്ത്? ടു ടേക്ക് എ ചൈൽഡ് ഓഫ് അതർ പേരൻസ് ലീഗലി ആസ് യുവർ ഓൺ ചൈൽഡ്. നെക്സ്റ്റ് വൺ, എ ഹാർഡ് നട്ട് ടു ക്രാക്ക്. എ ഡിഫിക്കൽട്ട് പ്രോബ്ലം. At an arm's length, to keep away at a distance. Rima replied that she would completed the work, which is the incorrect word in this sentence. വുഡിന് ശേഷം V1 ആണ് വരേണ്ടത്. ഇവിടെ തന്നിരിക്കുന്നത് കംപ്ലീറ്റഡ് എന്നാണ് തന്നിരിക്കുന്നത്, അതാണ് തെറ്റ്. വുഡിന് ശേഷം V1 ഫോമേ വരത്തുള്ളൂ. ഇവിടെ V2 ഫോമാണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, I would have bought a gift if dash. ഈഫിന് ശേഷം ഹാഡ് പ്ലസ് V3 വരുവാണെങ്കിലാണ് ബാക്കി ഇവിടെ എന്ത് വരുന്നത്? വുഡ് ഹാവ് പ്ലസ് V3 വരുന്നത്. ഈഫിന് ശേഷം ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ വുഡ് ഹാവ് പ്ലസ് V3 വരും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഹാഡ് പ്ലസ് V3 ഉള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ബി. യു ഹാഡ് കോൾഡ് മീ ഓൺ യുവർ ബർത്ത്ഡേ. അടുത്തത്, സെലക്ട് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഐ ഓഫൺ കം ഹോം ലേറ്റ്. ഏതാണ് വരുന്നത്? ക്വസ്റ്റ്യൻ ടാഗ് ഏതാ? കം എന്ന് പറയുമ്പോൾ ഡു ആണ് വരുന്നത്. തന്നിരിക്കുന്നതിനകത്ത് നോട്ടില്ല, അപ്പോൾ ഡോണ്ട് വരും. അപ്പോൾ ഡോണ്ട് ഐ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻസ് ആർ മോസ്റ്റ് സിമിലർ ഇൻ മീനിങ് ടു ദ വേർഡ് പെൻസീവ്ലി. പെൻസീവ്ലിയുടെ സെയിം മീനിങ് വരുന്നത് സ്പെക്കുലേറ്റീവ്, റുമിനേറ്റീവ്, thoughtful. സ്പെക്കുലേറ്റീവ്, റുമിനേറ്റീവ്, തോട്ട്ഫുൾ. പെൻസീവ്ലിയുടെ സെയിം മീനിങ് വരുന്നത് സ്പെക്കുലേറ്റീവ്, റുമിനേറ്റീവ്, തോട്ട്ഫുൾ. ഓപ്ഷൻ ഡി. അപ്പോൾ ഇനിയും 2 ക്വസ്റ്റ്യൻസും കൂടെ, ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ഡേ ചെയ്യാം. നിങ്ങളാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.